ആദ്യ പുസ്തകം അധ്യായം 40. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഈ കാര്യങ്ങൾക്ക് ശേഷം സംഭവിച്ചത് എന്തെന്നാൽ, മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ആ രണ്ട് ഉദ്യോഗസ്ഥന്മാരോടും പാത്രവാഹകന്മാരുടെ പ്രമാണിയോടും അപ്പക്കാരുടെ പ്രമാണിയോടും ഫറവോൻ കോപിച്ചു. സൈന്യാധിപന്റെ വീട്ടിൽ യൗസേപ്പിനെ ബന്ധനസ്ഥനാക്കിയിരുന്നിടത്ത് തന്നെ അവരെ തടവിലിട്ടു. അകമ്പടി നായകൻ യൗസേപ്പിനെ അവരുടെ മേൽ അധികാരപ്പെടുത്തി. അവൻ അവരെ ശുശ്രൂഷിച്ചു. അവർ കുറേ ദിവസം തടവിലായിരുന്നു. അവർ രണ്ടുപേരും, അതായത് കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരായി മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഒരേ രാത്രിയിൽ വ്യത്യസ്ത അർത്ഥമുള്ള രണ്ട് വ്യത്യസ്ത സ്വപ്നം കണ്ടു. രാവിലെ യൗസേഫ് അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ ദുഃഖിതരായിരിക്കുന്നത് കണ്ടു. തൻ്റെ യജമാനന്റെ ഭവനത്തിൽ തന്നോടുകൂടെ തടവിലായിരുന്ന ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് അവൻ, ഇന്ന് നിങ്ങളുടെ മുഖം ദുഃഖിതമായിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതാകുന്നു. സ്വപ്നം എന്നോട് വിവരിപ്പിൻ എന്ന് അവൻ പറഞ്ഞു. പാനപാത്രവാഹകരുടെ പ്രമാണി യൗസേപ്പിനോട് തൻ്റെ സ്വപ്നം വിവരിച്ച് പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഓരോ മുന്തിരിവള്ളിയിൽ 3 ശാഖകൾ. അത് മുട്ടിട്ടു പൂ വിരിഞ്ഞു. കുലകൾ പാകമായി പഴുത്ത മുന്തിരിങ്ങായപ്പോൾ എൻ്റെ കൈകളിൽ ഫറവോന്റെ പാനപാത്രം. ഞാൻ മുന്തിരിങ്ങ എടുത്ത് ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞ് പാനപാത്രം ഫറവോന്റെ കൈകളിൽ കൊടുത്തു. യൗസേപ്പ് അവനോട്, നിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാകുന്നു. 3 ശാഖകൾ 3 ദിവസങ്ങളത്രേ. 3 ദിവസം കഴിയുമ്പോൾ ഫറവോൻ നിന്നെ ഓർത്ത് നിന്റെ ഉദ്യോഗം വീണ്ടും നിനക്ക് തരും. മുൻപതിവ് പോലെ നീ അവന്റെ പാനപാത്രവാഹകനായി ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നിനക്ക് ശുഭമായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച ഫറവോന്റെ സന്നിധിയിൽ എന്നെ അനുസ്മരിച്ച് എന്നെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറക്കണമേ. എന്തെന്നാൽ എബ്രായരുടെ ദേശത്ത് നിന്ന് എന്നെ കട്ടുകൊണ്ടുവന്നതാണ്. ഇവിടെയും എന്നെ തടവിലിടുവാൻ തക്കവണ്ണം ഞാനൊന്നും ചെയ്തിട്ടില്ല. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നല്ലത് എന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ട്
യൗസേപ്പിനോട് പറഞ്ഞു, ഞാനും സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ തലയിൽ ഇതാ വെള്ളയപ്പത്തിൻ്റെ മരുന്നുകൂട്ടുകൾ. മുകളിലത്തെ കൊട്ടയിൽ ഫറവോന്റെ എല്ലാവിധ ഭക്ഷ്യവസ്തുക്കളും പാകം ചെയ്തത് ഉണ്ടായിരുന്നു. എൻ്റെ തലയിലുണ്ടായിരുന്ന കുട്ടയിൽ നിന്ന് പക്ഷികൾ തിന്നുകൊണ്ടിരുന്നു. യൗസേഫ് അവനോട് മറുപടി പറഞ്ഞത്, നിന്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇതത്രേ. 3 കുട്ടകൾ 3 ദിവസങ്ങളാകുന്നു. 3 ദിവസം കഴിയുമ്പോൾ ഫറവോൻ നിന്റെ തല എടുത്തു കളയുകയും നിന്നെ മരത്തിന്മേൽ തൂക്കുകയും ചെയ്യും. നിന്റെ മാംസം പക്ഷികൾ തിന്നും. 3-ാം ദിവസം ഉണ്ടായതെന്തെന്നാൽ, ഫറവോന്റെ ജന്മനാളിൽ തൻ്റെ സകല ഭൃത്യന്മാർക്കും അവനൊരു വിരുന്നു കൊടുത്തു. തൻ്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും അവൻ ഓർത്തു. പാനപാത്രവാഹകനെ അവൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിയമിച്ചു. അപ്പക്കാരുടെ പ്രമാണിയെ അവൻ തൂക്കിക്കളഞ്ഞു. യൗസേഫ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ തന്നെ. എന്നാൽ പാനപാത്രവാഹകരുടെ പ്രമാണി യൗസേപ്പിനെ ഓർത്തില്ല, അവനെ മറന്നുകളഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.